എല്ലാ പ്രിയ കുട്ടികൾക്കും കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയല്ലോ അല്ലേ? ടീച്ചേഴ്സുമായിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചുവോ? ഓക്കെ. അസൈൻമെൻറ്റുകളും ചെയ്തല്ലോ അല്ലേ? ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അസൈൻമെൻറ്റിൻ്റെ ആൻസർ നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഫ്രം ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഡിറ്റർമൈൻ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, 3NO gas gives N2O gas. Rate is KNO raised to 2. നോക്കൂ, ആ റിയാക്ഷൻ്റെ ഓർഡർ 2 റേറ്റ് എക്സ്പ്രഷനിലും 2 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, H2O2 plus 3I minus plus 2H plus gives 2H2O plus I3 minus. Rate expression K is equal to H2O2 into I minus. നോക്കൂ, അതിൻ്റെ ഓർഡറും 2 ആണ്. H2O2ൻ്റെ പവറും I മൈനസിൻ്റെ പവറും സം ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, CH3CHO gives CH4 plus CO. Rate is equal to K CH3CHO raised to 3/2. ആൻസർ നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു 3/2 ആണ്. റേറ്റിൻ്റെ പവർ 3/2 ആയതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 3/2. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് C2H5Cl gives C2H4 plus HCl. Rate is equal to K C2H5Cl. So it is a first order reaction or order equals 1. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം നിർത്തിയിടത്തുനിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ റേറ്റ് എക്സ്പ്രഷനിൽ നിന്നും കണ്ടെത്തുന്ന വിധമാണ് പറഞ്ഞത്. അവിടെ നമ്മളൊരു റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന ടേമും പരിചയപ്പെട്ടു. ഇന്നാദ്യം നമ്മൾ ആ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ റേറ്റ് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേറ്റ് എക്സ്പ്രഷൻ ഈസ് റേറ്റ് ഈക്വൽസ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. ഓക്കെ, ഇനി നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഫോമിൽ ഈക്വേഷനെ റീഅറേഞ്ച് ചെയ്യണം. K ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. ഓക്കെ, ഇനി നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഒരു പുതിയ ടേമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിച്ച് ഈസ് ഈക്വൽ ടു N ദാറ്റ് ഗീവ്സ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ശരിയല്ലേ? ഇനി നമുക്ക് ഈ റേറ്റ് കോൺസ്റ്റൻറ്റിനെ K ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ടേം എല്ലാം കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ റേസ് ടു N എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെയാണ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളത്. സോ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് K എങ്ങനെ എഴുതാം? റേറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു N. That is unit of rate constant K is equal to mole liter inverse second inverse divided by mole liter inverse raised to N. Okay, ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. That is mole raised to 1 minus N. ശരിയല്ലേ? ഡിനോമിനേറ്ററിലെ മോൾ റേസ് ടു N മുകളിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം
mole raised to 1 minus n. Liter raised to n minus 1. Okay. And second inverse. This is the unit of K. Okay. അപ്പോൾ നമുക്കിനി ഓരോ റിയാക്ഷൻ്റെ ആയി വ്യത്യസ്ത ഓർഡറുകളുടെ റിയാക്ഷനുകളുടെ റേറ്റ് കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റ് ഒന്ന് പരിശോധിക്കാം. ആദ്യം സീറോ ഓർഡർ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ n വാല്യൂ 0 ആണ്. n ഈസ് ഈക്വൽ ടു 0. സോ യൂണിറ്റ് ഓഫ് K എന്താണ്? യൂണിറ്റിൻ്റെ എക്സ്പ്രഷൻ മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n minus 1 second inverse. That's equal to mole raised to 1 minus 0 liter raised to 0 minus 1 second inverse. ശരിയല്ലേ? Or it is equal to mole liter raised to minus 1 second inverse is the unit of zero order reaction. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് നോക്കിയാലോ. n ഈസ് ഈക്വൽ ടു 1 ആണ്. സോ റേറ്റ് കോൺസ്റ്റൻ്റ് K ഈസ് ഈക്വൽ ടു മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n minus 1 second inverse. Okay. That's equal to mole raised to 1 minus 1. n value 1 ആണ്. Liter raised to 1 minus 1 second inverse. So ഈ രണ്ട് ടേമുകളും raised to 0 ആകും. അതുകൊണ്ട് തന്നെ വാല്യൂ 1 ആണ്. So the unit of rate constant of first order reaction is second inverse. Okay. അപ്പോൾ ഇനി നിങ്ങൾ തേർഡ് ഓർഡറിൻ്റെ നിങ്ങളൊന്ന് എഴുതി നോക്കുമല്ലോ. ഓക്കെ. n ഈസ് ഈക്വൽ ടു 3 ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾ റേസ് ടു പറഞ്ഞേ, ആരോ പറയുന്നുണ്ടല്ലോ. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ. That's equal to mole raised to 1 minus 3 liter raised to 3 minus 1 second inverse, which is equal to mole raised to minus 2 liter raised to 2 second inverse. നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് വ്യത്യസ്ത ഓർഡറുകളിലുള്ള റിയാക്ഷൻ്റേത് എഴുതാൻ മനസ്സിലായി. ഇനി ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് റിയാക്ഷനുകളുടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിൽ നിന്നും തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ഓർഡറിലാണ് ആ റിയാക്ഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. ഓക്കെ, സ്ക്രീനിലേക്ക് നോക്കൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ റേറ്റ് കോൺസ്റ്റൻറ്റുകളുടെ ഓർഡർ, വ്യത്യസ്ത റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റ് കണ്ടുപിടിച്ചത് വ്യത്യസ്ത ഓർഡറുകളുടേത് സ്ക്രീനിലുണ്ട്. നിങ്ങളൊന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇത് സെക്കൻഡ് ഇൻവേഴ്സും. സെക്കൻഡ് ഓർഡർ വരുമ്പോൾ മോൾ റേസ് ടു മൈനസ് 1 ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ. തേർഡ് ഓർഡർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സോ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് റേറ്റ് കോൺസ്റ്റൻറ്റ്സ്. നമുക്ക് ഫസ്റ്റ് പാർട്ട് K ഈസ് ഈക്വൽ ടു 2.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് K ഈക്വൽസ് 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടുവല്ലോ. അപ്പോൾ ഈ യൂണിറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റേത് നോക്കി റിയാക്ഷൻ എന്ത് ഓർഡർ എന്നാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, ആൻസർ നോക്കുമല്ലോ. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ യൂണിറ്റ് ഓഫ്
സെക്കൻഡ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. സോ ഫസ്റ്റ് റിയാക്ഷൻ എന്ത് ഓർഡറിലാണ് നടക്കുന്നത്? സെക്കൻഡ് ഓർഡർ. ഓക്കെ, അടുത്ത പാർട്ട് നോക്കൂ. അവിടെ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരുന്നു റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ്റെ ഓർഡറും റേറ്റ് കോൺസ്റ്റൻറ്റുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എന്ത് ഓർഡറിലാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്ത തരം റിയാക്ഷനുകളെ ഒന്ന് പരിചയപ്പെടുന്നതാണ് അടുത്ത സെഷൻ. അതായത് നമ്മളൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ നടക്കും എന്ന് ഒരിക്കലും പറയാനാവില്ല. ചില റിയാക്ഷൻസ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നത് കാണും, ചിലത് മോർ ദാൻ വൺ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസും കാണും. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കുമോ? The reactions taking place in one step are called elementary reactions. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെ പറയുന്നത് എലമെൻ്ററി റിയാക്ഷൻസ് എന്നാണ്. ഇനി അവിടെ ഒരു സീരീസ് ഓഫ് എലമെൻ്ററി സ്റ്റെപ്സിലൂടെയാണ് ചില റിയാക്ഷൻസ് നടക്കുന്നത്. ആ സീരീസ് അല്ലെങ്കിൽ സീക്വൻസിന് പറയുന്നത് റിയാക്ഷൻ മെക്കാനിസം എന്നാണ്. അത്തരം റിയാക്ഷൻസിനെ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻസിലുള്ള സീരീസ് ഓഫ് എലമെൻ്ററി സ്റ്റെപ്സ് അതിൻ്റെ സീക്വൻസിനെ പറയുന്നത് റിയാക്ഷൻ മെക്കാനിസം എന്നാണ്. റിയാക്ഷൻ മെക്കാനിസം ഡിസ്ക്രൈബ്സ് ദ സീക്വൻസ് ഓഫ് എലമെൻ്ററി റിയാക്ഷൻസ്. ഇനി നമുക്ക് റിയാക്ഷൻ്റെ ഒരു പുതിയ ടേം, ഓർഡർ പോലെ തന്നെയുള്ള ഒരു ടേമാണ് മോളിക്കുലാരിറ്റി. എന്താണെന്ന് നോക്കാം. The number of reacting species, atoms, ions or molecules taking part in an elementary reaction which must collide simultaneously in order to bring about a chemical reaction is called molecularity of a reaction. ഒരു റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻറ്റുകളാണ്? ആ റിയാക്റ്റൻറ്റുകൾ ആരൊക്കെ ആവാം? ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഒക്കെ ആകാം. അപ്പോൾ ഈ റിയാക്റ്റൻറ്റുകളുടെ കൂട്ടിമുട്ടലിൻ്റെ ഫലമായാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ സാധ്യമാകുന്നത്. അങ്ങനത്തെ എത്ര റിയാക്റ്റൻറ്റുകളാണ് ഉള്ളത് ഒരു എലമെൻ്ററി റിയാക്ഷനിൽ? നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ എലമെൻ്ററി റിയാക്ഷനും നമുക്കറിയാം, എല്ലാ കോംപ്ലക്സ് റിയാക്ഷൻസിലെല്ലാം കുറേ എലമെൻ്ററി സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ അതിലെ എലമെൻ്ററി റിയാക്ഷൻസിൽ എത്ര റിയാക്റ്റൻറ്റുകളാണ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കൂട്ടിമുട്ടുന്നത് എന്നുള്ള എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മോളിക്കുലാരിറ്റി ഒന്നും കൂടെ വ്യക്തമായി മനസ്സിലാക്കിയാലോ? ഓക്കെ, ഇതാണൊരു എക്സാമ്പിൾ. NH4NO2 gives N2 + 2H2O. അപ്പോൾ ഈ റിയാക്ഷനിൽ എത്ര റിയാക്റ്റൻറ്റുകളുണ്ട് അതായിരിക്കും ആ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ എത്ര റിയാക്റ്റൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മോളിക്കുലാരിറ്റി. പറയുമല്ലോ നിങ്ങൾ ഉത്തരം? ശരിയാണ്. ദ റിയാക്ഷൻ ഈസ് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. ഒറ്റ റിയാക്റ്റൻ്റേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നാൽ ഇതിലോ 2HI gives H2 + I2. അപ്പോൾ അവിടെ രണ്ട് റിയാക്റ്റൻറ്റുകളാണുള്ളത്. സോ എന്ത് തരം റിയാക്ഷൻ ആയിരിക്കും, അല്ലെ എന്ത് മോളിക്കുലാർ റിയാക്ഷൻ ആയിരിക്കും അത്? ബൈമോളിക്കുലാർ റിയാക്ഷൻ. നെക്സ്റ്റ് ഈസ് 2NO + O2 gives 2NO2. The reaction is trimolecular. ഓക്കെ, ഇനി മൂന്നിൽ കൂടുതൽ മോളിക്യൂൾസ് ഒരു റിയാക്ഷനിൽ വന്നാൽ ആ കൂട്ടിമുട്ടൽ അത്രത്തോളം എഫക്റ്റീവ് ആകില്ല. അതുകൊണ്ട് തന്നെ അത്തരം റിയാക്ഷൻസ് ഒറ്റ സ്റ്റെപ്പിലായിരിക്കില്ല നടക്കുന്നത്. ഇറ്റ് വിൽ ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്സ്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നോക്കൂ. KClO3 + 6FeSO4 + 3H2SO4 gives KCl + 3Fe2SO4 thrice + 3H2. ഇവിടെ ഈ റിയാക്ഷനെ വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർഡറും ഇപ്പോൾ മനസ്സിലാക്കിയ മോളിക്കുലാരിറ്റിയും ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ റിയാക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് എന്ത് ഓർഡറിലായിരിക്കും നടക്കുക? നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് പറയാൻ പറ്റുമോ ഒരു റിയാക്ഷൻ എന്ത് ഓർഡറിലാണെന്ന്? ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കി പറയാനാകുമോ? ഇല്ല അല്ലേ? അതിൻ്റെ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്ത റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് മാത്രമേ നമുക്കൊരു റിയാക്ഷൻ്റെ ഓർഡർ പറയാനാകൂ. പക്ഷേ മോളിക്കുലാരിറ്റിയോ? ഈ റിയാക്ഷൻ ഒരു എത്ര മോളിക്കുലാർ റിയാക്ഷനാണ്? 10 ആണ് ഇതിൻ്റെ മോളിക്കുലാരിറ്റി അല്ലേ? പക്ഷേ ഈ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതോ ഒരു സ്റ്റെപ്പ് രണ്ട് റിയാക്റ്റൻറ്റുകൾ റേറ്റ് നിർണ്ണയിക്കുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് റിയാക്ഷൻ വിച്ച് അപ്പാരൻ്റ്ലി സീംസ് ടു ഹാവ് എ
10th order actually a second order reaction. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു റിയാക്ഷൻ പല സ്റ്റെപ്പുകളിൽ നടക്കുമ്പോൾ അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പായിരിക്കും അതിൻ്റെ റേറ്റിനെ നിർണ്ണയിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നിങ്ങൾ റിലേ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലേ? റിലേയിലെ ഏത് ഓട്ടക്കാരനെ ആശ്രയിച്ചാണ്, വേഗത കൂടിയ ആളാണോ അതേ ആ ടീമിലെ വേഗത കുറഞ്ഞയാൾ എത്ര വേഗതയിൽ ഓടുന്നു എന്നതാണോ റിലേയുടെ വിജയം നിർണ്ണയിക്കുന്നത്? ശരിയാണ് അല്ലേ? അപ്പോൾ സ്ലോ ആയിട്ട് ഉള്ള ഓട്ടക്കാരൻ എത്ര വേഗതയിൽ ഓടുന്നു എന്നതാണ് ഒരു റിലേ ടീമിൻ്റെ വിജയം നിർണ്ണയിക്കുന്നത്. അതുപോലെ പല സ്റ്റെപ്പുകളിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനനുസരിച്ചായിരിക്കും ഒരു റിയാക്ഷൻ്റെ റേറ്റ്. അപ്പോൾ ദ ഓവറോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ the slowest step in a reaction, and that step is called a rate determining step. Okay. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട 10th order ആകേണ്ട റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആയി നടന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതിലെ 2 റിയാക്റ്റൻറ്റുകൾ പങ്കെടുത്ത ഒരു സ്ലോ സ്റ്റെപ്പായാണ് ആ റിയാക്ഷൻ്റെ റേറ്റിനെ നിർണ്ണയിച്ചത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാലോ. നോക്കൂ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആൽക്കലൈൻ മീഡിയത്തിൽ അയോഡിൻ കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ഡീകമ്പോസ് ചെയ്യുന്നു, ഫോമിങ് 2H2O ആൻഡ് O2. സി അതിൻ്റെ റേറ്റ് ഇക്വേഷൻ ഇതാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു -H2O2 ബൈ dt, K ഈസ് ഈക്വൽ ടു H2O2 ഇൻറ്റു I മൈനസ്. പറയാമോ നിങ്ങൾക്ക് ഇത് എന്ത് ഓർഡർ ആയിരിക്കും? ദ റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു H2O2 ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ, വിത്ത് റെസ്പെക്ട് ടു I മൈനസ് ഓൾസോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഇനി ഇത് എന്തുകൊണ്ടാണ് സെക്കൻഡ് ഓർഡർ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് H2O2 പ്ലസ് I മൈനസ് ഗീവ്സ് H2O പ്ലസ് IO മൈനസ്. IO മൈനസ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, നോക്കൂ, അടുത്ത സ്റ്റെപ്പിൽ ആ ഉണ്ടായ IO മൈനസ് ഇൻ്റർമീഡിയറ്റ് റിയാക്ട് വിത്ത് H2O2 ഫോമിങ് H2O ആൻഡ് H2O പ്ലസ് I മൈനസ് പ്ലസ് O2. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ വരുമ്പോൾ ഇതിൽ ആരുണ്ടാവില്ല? ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല. നോക്കൂ, പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, അല്ലെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്ത ആ റിയാക്ഷനാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സോ ആ റേറ്റ് എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടതാണ് ഏതൊക്കെ ടേമാണ് വന്നത്? H2O2 I മൈനസും ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനാണ് റേറ്റ് എക്സ്പ്രഷനിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് റിയാക്ഷൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ നടക്കുന്ന റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷനിൽ കാണുന്നത് പോലെ ആകാത്തത്. ഓക്കെ. So the first step being slow is the rate determining step in the case of decomposition of hydrogen peroxide. Okay. ഇനി നമുക്ക് ഓർഡറും മോളിക്കുലാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുവാണ്. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. ഇറ്റ് ക്യാൻ ബി 0 ആൻഡ് ഈവൻ എ ഫ്രാക്ഷൻ, ബട്ട് മോളിക്കുലാരിറ്റി cannot be 0 or a non-integer. Then order is applicable to elementary as well as complex reactions, whereas molecularity is applicable only for elementary reactions. For complex reactions, molecularity has no meaning. Next is, for complex reaction, order is given by the slowest step, and generally molecularity of the slowest step is same as the order of the overall reaction. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളുകളിലൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോട്ട്ബുക്കും പേനയൊക്കെ എടുത്താണ് ഇരിക്കുന്നത്. നോട്ട്ബുക്കിൽ 2 കോളങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് ഓർഡർന്നും സെക്കൻഡ് കോളം മോളിക്കുലാരിറ്റി എന്നും ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ചെയ്ത് വരുമല്ലോ. ഓക്കെ, ടീച്ചർ ഫസ്റ്റ് ചോദിക്കുന്നത് ഇവരുടെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഓർഡർ ആൻഡ് വാട്ട് ഈസ് മോളിക്കുലാരിറ്റി എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, നോക്കൂ, ഓർഡർ ഈസ് സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. എന്നാൽ മോളിക്കുലാരിറ്റിയോ എഴുതി കഴിഞ്ഞല്ലോ, ശരിയാണോ നോക്കൂ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻസ് ഇൻ ദ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാമല്ലോ. ഇതിലൊരാളുടെ വാല്യൂ എക്സ്പെരിമെൻ്റലാണ്, ഒരാളുടേത് തിയറട്ടിക്കൽ കൺസെപ്റ്റും. പറയുമോ ഓർഡർ ആണോ മോളിക്കുലാരിറ്റി ആണോ? നിങ്ങൾ എഴുതിയത് വെച്ച് നോക്കണം. ശരിയാണ് അല്ലേ? കുറേ പേർക്ക് ശരിയായല്ലോ. ശരിയായിരുന്ന കൈ ഉയർത്തുമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ഓർഡർ.
എന്നാൽ മോളിക്കുലാരിറ്റി തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിലൊരാൾ പറയുകയാണ് എൻ്റെ വാല്യൂസ് ഇൻറ്റിജേഴ്സ് മാത്രമേ വരാൻ പറ്റൂ. മറ്റേയാൾ പറയുകയാണ് എനിക്ക് ഫ്രാക്ഷണൽ വാല്യൂസും വരാം. ആരായിരിക്കും അത് പറഞ്ഞത്? ഓർഡർ ആണോ മോളിക്കുലാരിറ്റി ആണോ? ഒന്ന് എഴുതുമോ? ഓക്കെ, നമുക്ക് നോക്കാം. ക്യാൻ ഹാവ് എ ഫ്രാക്ഷണൽ വാല്യൂസ്. ആർക്കാണ്? ഓർഡറിന് ഫ്രാക്ഷണൽ വാല്യൂസ് വരാം അല്ലേ? എന്നാൽ മോളിക്കുലാരിറ്റിക്കോ ഇൻറ്റിജർ വാല്യൂ മാത്രമേ വരാൻ പറ്റൂ. ഓക്കെ, അടുത്തതായിട്ട് ഇവർ രണ്ടുപേരും പറയുകയാണ് എനിക്ക് 0 വാല്യൂസ് ഒക്കെ വരാം, പക്ഷേ എനിക്ക് 0 വരാനേ പാടില്ല. ഇതാരായിരിക്കും പറഞ്ഞത്? നമുക്ക് നോക്കാം. ഓർഡർ ക്യാൻ ഹാവ് എ 0 വാല്യൂ, ക്യാൻ നെവർ ഹാവ് എ 0 വാല്യൂ. ആർക്കാ? മോളിക്കുലാരിറ്റിക്ക്. എന്തുകൊണ്ടാണ്? മോളിക്കുലാരിറ്റി 0 എന്ന് പറഞ്ഞാൽ അവിടെ മോളിക്യൂളേ ഇല്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ മീനിങ്ലെസ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിലൊരാൾ പറയുകയാണ് ഞാൻ റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. മറ്റേ ആൾ പറയുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ എലമെൻ്ററി റിയാക്ഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന്. നോക്കൂ, റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചും സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതും ഒക്കെ പറയുന്നത് ഓർഡറാണല്ലേ. എന്നാൽ മോളിക്കുലാരിറ്റിയോ ഇറ്റ് ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഇവർ രണ്ടുപേരിൽ ആരുടെയോ ടെമ്പറേച്ചറും പ്രഷറും മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറും. ആരുടെയാണെന്ന് പറയാമോ? ഒന്ന് എഴുതുമോ? ഓക്കെ, ഓർഡറിൻ്റെ വാല്യൂ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു റോൾ പ്ലേ പോലെ ക്ലാസ്സിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പറഞ്ഞ് കൺസെപ്റ്റുകളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് രസതന്ത്രത്തിൽ ഒരുപാട് രസകരമായ തന്ത്രങ്ങൾ, കൺസെപ്റ്റുകൾ പഠിക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ഓരോ ഓർഡർ റിയാക്ഷനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യമായി 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്കറിയാം. കോൺസെൻട്രേഷൻ്റെ പവർ 0 റേറ്റ് എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ്റെ പവർ 0 നമുക്ക് നോക്കാം. 0 ഓർഡർ റിയാക്ഷൻ മീൻസ് ദാറ്റ് rate of the reaction is proportional to 0 power of the concentration of reactants. Example കൊടുത്തിട്ടുണ്ട്. Decomposition of ammonia in presence of platinum catalyst forming N2 plus 3H2 and rate expression is K, rate is equal to K NH3 raised to 0. അപ്പോൾ അവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ റേറ്റിനെ ബാധിക്കുന്നതേ ഇല്ല. കാരണം ഈ റിയാക്ഷൻ നടക്കുന്നത് പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണ്. അറ്റ് ഹൈ പ്രഷർ പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ സർഫസ് റിയാക്റ്റൻ്റ് കൊണ്ട് നിറയും. പിന്നെ എന്ത് കണ്ടീഷൻ നമ്മൾ ആ റിയാക്ഷനിൽ കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കില്ല? കോൺസെൻട്രേഷൻ ചേഞ്ച് ഒന്നും റിയാക്ഷനെ റേറ്റിനെ ഓൾട്ടർ ചെയ്യില്ല. സോ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഹാസ് നോ റോൾ ഇൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഗോൾഡ് മറ്റൊരു എക്സാമ്പിളാണ്. ഇത്തരം റിയാക്ഷൻസിനൊക്കെ വളരെ കുറച്ച് പോസിബിലിറ്റി, നടക്കാൻ സാധ്യത വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ 0 ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി സിമിലറായി വരുന്ന മറ്റൊരു ഓർഡർ അടുത്ത് പറയുന്നത്, മിക്കവാറും എക്സാമിനൊക്കെ അത് ചോദിക്കാറുമുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്തും ഡിസ്റ്റിങ്വിഷ് ചെയ്തുമൊക്കെയാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ, സ്യൂഡോ എന്ന് നമുക്ക് വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഫോൾസ് എന്നാണ് സ്യൂഡോ മീനിങ്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിലും ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നാണ് ഇതിൻ്റെ റേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എക്സാമ്പിൾ നോക്കാമോ? ഇവിടെ ഹൈഡ്രോളിസിസ്, എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് എക്സാമ്പിൾ. ഈ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തതുമാണ്. ഫോമിങ് അസിറ്റിക് ആസിഡ് ആൻഡ് ഈഥൈൽ ആൽക്കഹോൾ. നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 ഇൻറ്റു H2O. അപ്പോൾ ഇവിടെ K ഡാഷ് എന്ന് പറയുന്നത് ഒരു പുതിയ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് തന്നെയാണ്. അവിടെ H2Oയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ മീഡിയത്തിൽ വാട്ടർ ഉണ്ടെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. സോ K ഡാഷ് ഇൻറ്റു H2O ഈസ് അനദർ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് K. So rate is equal to K into concentration of CH3COO C2H5. അപ്പോൾ റിയാക്ഷൻ എന്തായി മാറി? എക്സ്പെക്റ്റിംഗ് ടു ബി സെക്കൻഡ് ഓർഡർ ആണെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം സ്യൂഡോ ഓർഡറിനെ?
Reactions which are expected to be of higher order but follow a lower order kinetics are called pseudo order reactions. അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ടും അത് pseudo first order reaction ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. C12H22O11 plus H2O giving C6H12O6 plus C6H12O6. Rate is equal to K into C12H22O11. അവിടെയും ഏത് ടേം വരുന്നില്ല? വാട്ടറിൻ്റെ ടേം വരുന്നില്ല, അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്കാണ് പോകേണ്ടത്. നോക്കുമല്ലോ. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് X to Y ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇഫ് concentration of X is increased to 3 times, how will it affect the rate of formation of Y? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.